ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ പാർക്ക് മാക്കർ ജയശങ്കർജി ഇപ്പോൾ ഒരു ജപ്പാൻ സന്ദർശനം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ സൺഡേ അദ്ദേഹം കുറേ കാര്യങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, നൗ ഓവർ ടു ശങ്കർജി. Yes, good morning. Yes, 7-8 days I had gone on a Japan tour. Then Tokyo, Kyoto and Osaka. Experience was wonderful. Okay. Particularly the people. Okay. They are ultra polite and decent. Okay. Quiet ആയിട്ട് സംസാരിക്കത്തുള്ളൂ. ഒരു എടുത്തുചാട്ടോ ആംഗ്രി അങ്ങനെ ഒന്നുമില്ല. സ്ട്രീറ്റ്സിൽ ഫുൾ ഓഫ് ട്രാഫിക്കാണ്. ഒരു ഹോൺ സൗണ്ട് കേൾക്കില്ല. പീപ്പിൾ ആർ സോ കാം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പറയുന്നവരെ അവർ ദേ വിൽ വെയിറ്റ് ടിൽ ദേ വിൽ റെസ്പോണ്ട്. അത്രയും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദേ ആർ വെരി പൊളൈറ്റ്. എവിടെ പോയാലും ഞാനത് പറയുന്നത് എൻ്റെ പോയത് തന്നെ നടു എവിടെ പോയാലും യു ഹാവ് ടു ഹോട്ടലായാലും ശരി, മറ്റേ ഇവിടെ ടാക്സി ഡ്രൈവർ ആയാലും ശരി, എല്ലാവരും ഹ്യൂമിലിറ്റി. ദേ ആർ വെരി ഹാപ്പി ടു ബി വിത്ത് യു. അതാണ് ഞാൻ വേറെ ചൈനയൊക്കെ പോയിട്ടുണ്ട്. ചൈന പീപ്പിൾ ആർ നോട്ട് ലൈക്ക് ദിസ്. അതർ പീപ്പിൾ ഓൾസോ. യു കെയിലൊക്കെ പോയാൽ തിരിഞ്ഞു പോലും നോക്കില്ല. ദേ ഡോണ്ട് ഈവൻ സ്മൈൽ. ഇവർ അങ്ങനെയല്ല. വെരി നൈസ് പീപ്പിൾ ആൻഡ് ദേ വോണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ. ബട്ട് ഓൺ ദി അതർ സൈഡ് ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. ജപ്പാൻ ഈസ് അറൗണ്ട്, ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്തൊരു 8 times എക്സ്പെൻസീവ് ദാൻ ഇന്ത്യയാണ്. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ടോക്കിയോ ആയാലും ശരി, ക്യോട്ടോ ആയാലും ശരി, ഒസാക്ക ആയാലും ശരി, യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഇന്ത്യൻ ഫുഡ്. നമ്മുടെ റോട്ടിയും അതൊക്കെ കിട്ടും. സോ പീപ്പിൾ ഹു ആർ ഡോണ്ട് വാണ്ട് ജാപ്പനീസ് ഫുഡ് can have. That's basically North Indian ആണല്ലേ? North Indian ആണ്. ഇഡ്ഡലി ദോശയൊന്നും കിട്ടത്തില്ല. North Indian കിട്ടും. I would say that they are around 60 to 70 years ahead of us. Okay, technology wise. Development wise. Streets are spotlessly clean. ഒരു ഇതും ഉണ്ടാവത്തില്ല. There is nothing. And people have a sense of belonging. കൺട്രി അവരുടെ ആണ് എന്നൊരു ഫീലിംഗ്. You will get it. So they are, എന്താ പറയുന്നത്, they love their country. They want, ആരായാലും ശരി, they will do only good for the country. I traveled by that bullet train. ഒരു ദിവസം ഒരു 10-20-25 ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ, ടോക്കിയോ ടു ഒസാക്ക, ഹിരോഷിമ എല്ലാം പോകുന്നുണ്ട്. 64 ഒളിമ്പിക്സ് കഴിഞ്ഞ് തുടങ്ങിയ വണ്ടിയാണ്. ഷിൻകാൻസൻ എന്നാണ് പറയുന്നത് ഈ ബുള്ളറ്റ് ട്രെയിൻ. ഇപ്പോഴും 200 കിലോമീറ്ററാണ് അതിൻ്റെ സ്പീഡ്. അപ്പം ടോക്കിയോ ടു ഒസാക്ക 450 കിലോമീറ്ററാണ്. 2.25 മണിക്കൂറിൽ. പുറത്ത് കാണാൻ ഒരു ബ്ലറാണ്. കാണാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. കയറി ഇരിക്കുക, ഒന്ന് മയങ്ങുക, യു ആർ ഇൻ ഒസാക്ക. 450 kilometers. Wonderful place ആണ് to visit and lot of places to see. Mostly Buddhist culture ആണ് അവിടെ. A lot of Buddhist temples are there. അതെല്ലാം you can see that. And even expensive ആയാലും you will have a good time in Japan. You will be very happy to have gone there. So try it. What about the climate? Climate now is starting to become cold. Winter ആയി തുടങ്ങി. So ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു വാട്ടർഫാൾ കാണാൻ, it was around 6 degrees ഒക്കെ. It was very cold. And they say in month of November, December, Japan, ടോക്കിയോയിൽ snowfall ഉണ്ടാവും. March, April is a very good time because അപ്പോഴാണ് ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് സൂപ്പർ. ഭയങ്കര കളർഫുൾ ആണ്. ഇപ്പോൾ ഓട്ടം ആണ്. ലീവ്സ് എല്ലാം റെഡിഷ് ആണ്, ഓറഞ്ച് റെഡിഷ്. കുറച്ച് കഴിഞ്ഞാൽ ലീവ്സ് എല്ലാം പോകും. Then it will become winter. ഇപ്പോൾ അവിടെ പോയിട്ട് പൂശിയല്ലോ അല്ലേ? പൂശിയല്ല, ഒത്തിരി പൂശി. കുറച്ച് ഫോട്ടോസ് അവിടെ ഇല്ല. അതേ പറയാം, അത് കഥയാണ്. അപ്പോൾ ഞാൻ മോളുടെ പറഞ്ഞു എനിക്ക് 2 എണ്ണം കാണണം. ഒന്ന് ഗീഷാസ് ഷോ, പിന്നെ സുമോ പോയപ്പം ടിക്കറ്റ് 12,000 ആണ്. അതിന് ഫോർ 1 hour or 2 6,000-7,000 രൂപയാണ് വേണ്ടെന്ന് വെച്ചു. ഗീഷ കാണാൻ പോയി, അതിന് 15,000. ഗീഷ എന്ന് പറഞ്ഞാൽ ഈ അവരുടെ ഈ ഡാൻസിങ് ഗേൾസ് അവിടെ പോയി ഇരുന്നവർ 2 മണിക്കൂറൊക്കെ എടുക്കും. ഭയങ്കര റേറ്റ്. നമുക്ക് അവിടെ കാണണമെന്നുണ്ടായിരുന്നു. വലിയ അഡ്വർടൈസ്മെന്റ്. അവര് സുമോ റെസ്ലേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഹീറോസ് ആണ് അവര്. അവരുടെ ഹീറോസ്. മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ട്. സുമോ സോ ആൻഡ് സോ. ഇത്രയും
ആൻഡ് ഭയങ്കര ഷോ ആണ്. ഇറ്റ് ഈസ് ഓൾ ബുക്ക്ഡ് ഇൻ അഡ്വാൻസ് ഓൾസോ. ഞാൻ കണ്ടില്ല അത്. 1 or 2 hours എടുക്കും അത്. ഓ ഗ്രേറ്റ്. അപ്പോൾ അതൊരു ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാണാനായിട്ട്. സൈക്ലിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? സൈക്ലിംഗ് മോസ്റ്റ്ലി എല്ലാവരും ദേ യൂസ് ഓൺലി സൈക്കിൾസ്. എല്ലായിടത്തും സൈക്കിൾ. അതിപ്പോൾ യൂറോപ്പിലൊക്കെ പോലെ തന്നെ. കാർസ് ആർ ഓൾസോ വെരി ഗുഡ്. ഒരു ടൊയോട്ടയാണ് കൂടുതൽ. ഞങ്ങളൊരു കാറിൽ ആൽച്ചാടുന്നൊരു കാറിൽ ഇറ്റ് ഇസ് എ വണ്ടർഫുൾ കാർ. പിന്നെ റോഡിൽ ഒരു ബമ്പോ ഒന്നുമില്ല. യു വിൽ നെവർ നോ ദാറ്റ് യു ആർ ഗോയിങ് ഓൺ ദ റോഡ്. ഇത്രയും 120 കിലോമീറ്റേഴ്സിലാണ് പോകുന്നത്. അതെ. ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് തിങ് ഐ വുഡ് സേ ഈസ് ടോക്കിയോയിൽ ഒരു ക്രോസിംഗ് ഉണ്ട്. വളരെ അടിച്ചു നോക്കിയാൽ അറിയാം. ഷിബുയ ക്രോസിംഗ്. SHIBUYA. ഷിബുയ ക്രോസിംഗ്. 7 റോഡ് വന്ന് ചേരുകയാണ് ഒരിടത്ത്. ഇപ്പം ട്രാഫിക് ലൈറ്റ് റെഡ് ആവും, ഗ്രീൻ ആകുമ്പോൾ ഉണ്ടല്ലോ, പീപ്പിൾ വാക്ക് യു നോ. 1 മിനിറ്റിൽ ഒരു 10,000-2,000 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അത് ഞാൻ നമുക്ക് വീഡിയോ എന്നിട്ട് ആ 1 മിനിറ്റ് കഴിയുമ്പോൾ ട്രാഫിക് ഗ്രീൻ ആവുമല്ലോ, സെപ്പറേറ്റ് ആവില്ല. ഒരൊറ്റ ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല. അത് ഇവിടെ നിങ്ങൾ പോകുമ്പം ലെഫ്റ്റ് സൈഡ് പോകും, മറ്റേവർ വരുന്നത് റൈറ്റ് സൈഡ്. ക്ലാഷ് ഒന്നും. അതിന്റെ ഡിസിപ്ലിൻ ആണ് ഇമ്പോർട്ടന്റ്. ഭയങ്കര ഡിസിപ്ലിൻ. നോബഡി ഈസ് ഇൻ എ ഹറി. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഇവിടെ ട്രെയിൻ വരുന്നതിന് മുമ്പ് ആൾക്കാർ ഓടുമല്ലോ, നിങ്ങൾ അവിടെ നിൽക്കുക. ട്രെയിൻ വിൽ കം. ആ പർട്ടിക്കുലർ കോച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആ കോച്ചിന്റെ ആ റെയിലിങ്സ് മാത്രം ഓപ്പൺ ആവും. യു വിൽ വെയിറ്റ്. ഇപ്പൊ ഞാൻ ആദ്യം കയറി ചെല്ലും, മോള് പറയും ഇപ്പൊ വെയിറ്റ്, ഡോണ്ട് ലെറ്റ് ദം ഗെറ്റ് ഡൗൺ. 1 മിനിറ്റേ നിൽക്കുള്ളൂ വണ്ടി. ദേ വിൽ ഗെറ്റ് ഡൗൺ. എല്ലാം ഓർഡർലി ആണ്. കയറി അടങ്ങ്, ട്രെയിൻ പോയി. ഇവിടെ ആകുമ്പോൾ എല്ലാ അക്രോബാറ്റും നമ്മൾ അറിയണം കയറാനായിട്ട് അല്ലേ? You should be an acrobat to enter. Okay, Shankarji. Okay. So do share the photos in the group. Okay. Thank you so much sharing your wonderful experience. It is wonderful, really. Okay. They love